നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഗെയിമാണ് ക്രോം ഗെയിം. ഇന്റർനെറ്റ് ഇല്ലെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കായി വരുന്നതായിരിക്കും. എനിക്കിത് കളിച്ച് വലിയ ശീലമൊന്നുമില്ല. ഞാൻ എത്ര നോക്കിയിട്ട് ആ സ്പേസ് ബട്ടൺ ആ ടൈമിൽ നിൽക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇതേമാതിരി ഓട്ടോമാറ്റിക്കായി സ്പേസ് ബട്ടൺ നിൽക്കുന്ന രീതിയിലേക്ക് മാറ്റിയാലോ. മൈക്രോ കൺട്രോളറെ ആർഡിനോന്റെ യൂനോ ബോർഡാണ് യൂസ് ചെയ്യുന്നത്. ഗെയിമിൽ എവിടെയാണോ ബ്ലാക്ക് ഷെയ്ഡ് വരുന്നത് അത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി LDR യൂസ് ചെയ്യുന്നുണ്ട്. സ്പേസ് ബട്ടൺ ഓട്ടോമാറ്റിക്കായി പ്രസ് ചെയ്യാൻ വേണ്ടി നമ്മൾ സെർവോ മോട്ടറാണ് യൂസ് ചെയ്യുന്നത്. LDRലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി 10K റെസിസ്റ്റർ ഒന്ന് എടുത്തിട്ടുണ്ട്. LDRന്റെ ഏതെങ്കിലും ഒരു ലെഗിലേക്ക് 10K റെസിസ്റ്റർ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കും. സർക്യൂട്ടും കോഡ് വേണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം ID കൊടുത്തിട്ടുണ്ട്. അതിൽ ചോദിച്ചാൽ മതി, എല്ലാ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതായിരിക്കും. സ്പേസ് ബട്ടന്റെ നേരെ കറക്റ്റ് ആയിട്ട് നമ്മുടെ സെർവോ മോട്ടർ സെറ്റ് ചെയ്യുന്നുണ്ട്. ബട്ടൺ നിൽക്കുന്ന പൊസിഷൻ നോക്കി കറക്റ്റ് ആയി തന്നെ വെക്കുക. ഗെയിമിൽ എവിടെയാണോ ഒബ്സ്റ്റിക്കിൾ വരുന്നത് അത് നോക്കി കറക്റ്റ് ആയിട്ട് LDR സെറ്റ് ചെയ്യുക. ആ പൊസിഷനും സെർവോന്റെ പൊസിഷനും കറക്റ്റ് ആയി തന്നെ വെക്കണം. എന്നാലേ നമ്മളെ ഡൈനോസിനെ കറക്റ്റ് ആയിട്ട് ചാടാൻ പറ്റുള്ളൂ. എല്ലാത്തിലേക്കും പവർ സപ്ലൈ USB വഴി ലാപ്ടോപ്പിലേക്കാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഇത്രേ ഉള്ളൂ, സംഗതി അടിപൊളിയായി ഇപ്പൊ ചാടിക്കോളൂ. ഇനി നമ്മളൊന്നും അറിയണ്ട, ജസ്റ്റ് ഒന്ന് തുടക്കം മാത്രം വെച്ചു കൊടുത്താൽ മതി. പിന്നെ നമ്മൾ LDR സെർവോ മോട്ടർ നോക്കിക്കോളും ബാക്കി കാര്യം. ഡാർക്ക് സ്പോട്ട് കാണുമ്പോൾ LDR ഡിറ്റക്ട് ചെയ്ത് സെർവോ ആണാവും. ഇതായിരുന്നു കോൺസെപ്റ്റ്. പക്ഷേ ഗെയിമിൽ പോയി ഇരുട്ടാവുന്ന കാര്യം ഞാൻ അറിഞ്ഞില്ലായിരുന്നു. ഇത് മൊത്തത്തിൽ ഡിറ്റക്ട് ആവാൻ തുടങ്ങി. അടുത്ത വീഡിയോയിൽ നമുക്ക്